അതിരപ്പള്ളിയിൽ ആളെക്കൊല്ലി കാട്ടാനയെ കണ്ടെത്തുന്നതിനുള്ള ദൌത്യത്തിന് തുടക്കമായിരിക്കുന്നു. ഇന്നലെ രാത്രി മുതൽ ജനവാസ മേഖലയിൽ തുടർന്ന കാട്ടാനക്കൂട്ടത്തെ വനംവകുപ്പ് ശ്രമകരമായി കാട് കയറ്റി. ദൌത്യസംഘ തലവൻ DCF KK സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ഉച്ചയ്ക്ക് ശേഷം സ്പെഷ്യൽ ഡ്രൈവ് നടക്കും. ഇന്നലെ രാത്രി മുതൽ അതിരപ്പള്ളി മേഖലയിൽ തമ്പടിച്ചിരുന്ന 4 അംഗ കാട്ടാനക്കൂട്ടത്തെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ കാടുകയറ്റിയത്. വൈശ്ശേരി സ്വദേശി മോഹനന്റെ മരണത്തിന് ഉത്തരവാദിയായ കാട്ടാനയെ വനംവകുപ്പ് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ മറ്റ് ആനക്കൂട്ടങ്ങളും പല സ്ഥലങ്ങളിൽ തുടരുന്നതിനാൽ റൂട്ട് മാപ്പ് തയ്യാറാക്കി മാത്രമേ ഈ ആനയെ കാടുകയറ്റാൻ കഴിയുകയുള്ളൂ. ദൌത്യസംഘ തലവൻ DCF KK സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക ദൌത്യം ഇന്നു മുതൽ തുടങ്ങും. ദൌത്യത്തിനു മുന്നോടിയായി റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളുടെ യോഗം ചേർന്നു. അതേസമയം ചേലക്കര ഉതുവടിയിൽ തുടർച്ചയായി 2ാം ദിവസവും ജനവാസ മേഖലയിൽ ഇറങ്ങിയ ഒറ്റയാൻ വീട്ടിൽ വരുത്തിയത് വൻ നാശനഷ്ടം. ആനയെ തുരത്താൻ വനംവകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.